ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഈ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ലോങ് വീഡിയോ ദാറ്റ് ഞാൻ ഇന്ത്യയിൽ നിന്ന് സൗത്ത് കൊറിയയിലേക്ക് മൂവ് ചെയ്യാണ്. അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരുപാട് കമൻസ് വന്നു. കുറച്ച് കമൻസ് വന്നു. എന്താണ്, എങ്ങനെയാണ് പോയത്, സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നോ, ഏത് യൂണിവേഴ്സിറ്റിക്കാണ്, വിസ എങ്ങനെയാണ് എടുത്തത്, അങ്ങനെ ഒരുപാട് ഡൗട്ട്സ്. എനിക്ക് പേഴ്സണലി മെസ്സേജും വരുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ. അപ്പം ഞാൻ ഓർത്തു, ഓക്കെ, ഇത് എനിക്ക് കമൻറ്റിൽ റിപ്ലൈ ചെയ്യാൻ പറ്റുന്ന അത്ര ചെറിയൊരു ആൻസർ അല്ല, സോ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ചോദിക്കാത്ത ആൾക്കാർക്കും അറിയണം താല്പര്യമുള്ളവർ അറിഞ്ഞോട്ടെ അല്ലേ. സോ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെ സംസാരിക്കണം, കാരണം ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്, ഞാൻ ഒന്നും മിസ് ഔട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എങ്ങനെയാണ് അഡ്മിഷൻ കിട്ടുക എന്നുള്ളതിനെ പറ്റി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ഇതിൽ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, എനിക്ക് എന്താണോ അറിയുന്നത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇപ്പം നമുക്ക് BSc MSc കോഴ്സുകളാണെങ്കിൽ നമുക്ക് GKS സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്കോളർഷിപ്പ് ഉണ്ട്. അപ്പോൾ അതിനെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക? ഇപ്പോൾ അണ്ടർ ഗ്രാജുവേറ്റിന്റെ GKS അനൗൺസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. അതിന്റെ ഗൈഡ് ലൈൻസ് ഒക്കെ അതിന്റെ സൈറ്റിൽ ഉണ്ടാവും. അപ്പോൾ ആ ഗൈഡ് ലൈൻസ് ഡൗൺലോഡ് ചെയ്യുക, എല്ലാം വായിക്കുക, ഏതൊക്കെ ഡോക്യുമെന്റ്സ് വേണം നോക്കുക, എല്ലാം അറേഞ്ച് ചെയ്യുക. എന്നിട്ട് അവർക്കത് സെൻഡ് ചെയ്യാം. നിങ്ങൾക്ക് 2 വേസിൽ GKSന് വേണ്ടി അപ്ലൈ ചെയ്യാം. ഒന്ന്, എംബസി ട്രാക്ക് വഴി അപ്ലൈ ചെയ്യാം. എംബസി ട്രാക്ക് വഴി അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് എന്താ പറയുക, ഓപ്ഷൻസ്, യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാൻ ഓപ്ഷൻസ് കൂടുതലായിരിക്കും. 3 യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാം. ബട്ട് കിട്ടാനുള്ള ചാൻസും കുറച്ച് ഡിഫിക്കൽട്ടാണ്. എല്ലാം ഡിഫിക്കൽട്ടാണ്, ബട്ട് അതിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഡിഫിക്കൽട്ടാണ്. യൂണിവേഴ്സിറ്റി ട്രാക്ക് വഴി പോവുകയാണെങ്കിൽ നിങ്ങൾ ഒരു യൂണിവേഴ്സിറ്റി സ്റ്റിക്ക് ഓൺ ചെയ്യണം. ഈ യൂണിവേഴ്സിറ്റിയിലാണ് എനിക്ക് പോകേണ്ടത്. അപ്പം ആ യൂണിവേഴ്സിറ്റിയുടെ GKS വഴി നമുക്ക് അതിന് അപ്ലൈ ചെയ്യാം. അപ്പം നിങ്ങൾ ആ ഗൈഡ് ലൈൻസ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. ആൻഡ് അതിൽ നമുക്ക് സബ്ജക്ട് വൈസ് ക്വസ്റ്റ്യൻസ് അല്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. എന്തുകൊണ്ട് സോളിലേക്ക് വരണം, എന്തുകൊണ്ട് ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകണം, എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ, സച്ച് കോമൺ ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ലേ, അതിന് നന്നായി പ്രിപ്പയർ ചെയ്യാം. പക്ഷെ അതിൽ നിങ്ങൾ സ്റ്റാൻഡ് ഔട്ട് ചെയ്യണം. ഒരുപാട് പേര് ഈ എക്സാം അപ്ലൈ ചെയ്യുന്നുണ്ടാവും. നിങ്ങളുടെ ആൻസർ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിരിക്കണം. അപ്പം അതിനനുസരിച്ചിട്ട് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടൊരു ആൻസർ ഫോം ചെയ്ത് റെഡിയാക്കി പ്രിപ്പയർ ആക്കി വെക്കുക. പിന്നെ ഞാൻ എന്താ പറയാനെന്ന് വിചാരിച്ചത്, ഇനി PhD സ്റ്റുഡൻസിനാണെങ്കിൽ സെയിം GKS സ്കോളർഷിപ്പ് അപ്ലിക്കബിൾ ആണ്. അല്ലാതെയും ഒരു വേ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രൊഫസറിന് മെയിൽ അയച്ച് ആ പ്രൊഫസറിനായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ഫർദർ നിങ്ങൾക്ക് എന്താ, ആ പ്രൊഫസർ നിങ്ങളെ എടുക്കാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ പ്രൊഫസർ നിങ്ങളെ യൂണിവേഴ്സിറ്റിയിലേക്ക് റെക്കമെൻഡ് ചെയ്യുകയും യൂണിവേഴ്സിറ്റി വഴി ബാക്കി ആപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സ് നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യാം. ചില യൂണിവേഴ്സിറ്റീസ് 70% സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്, ചില യൂണിവേഴ്സിറ്റീസ് 100% സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഏത് യൂണിവേഴ്സിറ്റിയാണ് വേണ്ടത് എന്നൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. അതൊന്നും അല്ലെങ്കിൽ ChatGPT നോക്കിയാൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. എത്രയൊക്കെ കോളേജ് ഉണ്ട്, ഏതൊക്കെയാണ് നല്ലത്, ഏതൊക്കെ കോളേജിൽ ഏതൊക്കെ കോഴ്സാണ് നല്ലത്, അങ്ങനെ ചൂസ് ചെയ്യുക ആദ്യം കോളേജ്. എന്നിട്ട് പ്രൊഫസറെ ചൂസ് ചെയ്യുക. എന്നിട്ട് പ്രൊഫസർക്ക് മെയിൽ അയച്ച് നോക്കുക. ഇൻ കേസ് പ്രൊഫസർ റിപ്ലൈ തന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പിന്നെ നിങ്ങൾ ലിങ്ക്ഡിനിലോ ഇൻസ്റ്റാഗ്രാം ഒക്കെ വഴി ആ പ്രൊഫസറിന്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും PhD സ്കോളറോ പോസ്റ്റ് ഡോക്കോ MSc സ്റ്റുഡന്റോ ഒക്കെ ഉണ്ടോ എന്ന് തെരഞ്ഞു നോക്കുക. ജസ്റ്റ് അവർക്കൊന്ന് മെയിൽ അയച്ചു നോക്കുക. ഇഫ് ദേ റെസ്പോണ്ട്, അവർ വഴി നിങ്ങൾക്ക് പ്രൊഫസറെ കോൺടാക്ട് ചെയ്യാനായിട്ട് പറ്റും. സോ ഇത്രയുമാണ് എനിക്ക് ഈ അഡ്മിഷനിലേക്ക് എങ്ങനെ എത്താം എന്നുള്ളതിനെ പറ്റി പറയാനുള്ളത്. നെക്സ്റ്റ്, ഡോക്യുമെന്റ്സ് ഞാൻ പറഞ്ഞു. മിക്ക ഡോക്യുമെന്റ്സും അപ്പോസ്റ്റൈൽ ചെയ്യേണ്ടി വരും. അപ്പോസ്റ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എംബസിയിലേക്ക് അയച്ചിട്ട് എംബസിയുടെ സൈഡിൽ നിന്ന് ഒരു സീലൊക്കെ വെച്ച് നമുക്ക് തിരിച്ചയച്ചു തരും. കുറച്ച് കോസ്റ്റ്ലിയാണ്. ഞാൻ ചെയ്തത് ഈച്ച് ഡോക്യുമെന്റ് ഒരു 2500 റുപ്പീസിനാണ്. ഇപ്പം അത് കൂടിയിട്ടുണ്ട്, 3000 ഉണ്ട് ചിലയിടത്ത്, ചില ഏജൻസിയിൽ 3500 ഉണ്ട്. സോ ഞാൻ ചെയ്ത ഏജൻസി എന്ന് പറയുന്നത് ജ്യോതി മുരുകൻ എന്ന് പറഞ്ഞിട്ടൊരു ഏജൻസിയാണ്. അപ്പം അവിടെ ഇപ്പം 3000 ആയിട്ടുണ്ട്, ബട്ട് ബാക്കി ഏജൻസീസിൽ അതിലും കൂടുതലാണ്. സോ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്തിട്ട് ഡീറ്റെയിൽസ് ചോദിക്കാം. ഇൻ കേസ് അവരുടെ നമ്പറൊന്നും ഗൂഗിളിൽ നിന്ന് കിട്ടിയില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. പ്രൊമോഷൻ അല്ല, നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് ചെയ്യാന്ന് വെച്ചിട്ടാണ് എന്നെ കോൺടാക്ട് ചെയ്ത നമ്പർ ഞാൻ ഷെയർ ചെയ്ത് തരാം. എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ചാൽ മതി. പിന്നെ വിസയ്ക്കും ഞാൻ ഇതേ ഏജൻസി വഴിയാണ് വിസയ്ക്ക് അപ്ലൈ ചെയ്തത്. അപ്പോൾ അവർ നമ്മൾക്കൊരു ലിസ്റ്റ് ഓഫ് ഡോക്യുമെന്റ്സ് തന്നു, ഇതൊക്കെ വേണമെന്ന്. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വേണ്ടി വന്നു. 1 lakh കൂടുതൽ പൈസ നിങ്ങളുടെ അക്കൗണ്ടിൽ വേണം. അതാണ് നമുക്ക് പൈസയായിട്ട് വേണ്ട എമൗണ്ട്. അപ്പോൾ അവർ കുറേ ഡീറ്റെയിൽസ് തരും. അതെല്ലാം ഏതൊക്കെയാണോ കറക്റ്റ് ആയിട്ട് എല്ലാം അയച്ചു കൊടുക്കുക. പിന്നെ അവരത് പ്രൊസീഡ് ചെയ്തോളും. എനിക്ക് 7 ഡേയ്സിൽ വിസ വന്നു. ഇവിടുത്തെ വിസ അത്രയും ഡിഫിക്കൽട്ട് അല്ല, പക്ഷെ ഇതിലേതെങ്കിലും ഡോക്യുമെന്റ്സ് നിങ്ങൾ മിസ് ചെയ്ത് കഴിഞ്ഞാൽ വിസ റിജക്റ്റ് ആവും. സോ അത് ശ്രദ്ധിക്കണം. പറഞ്ഞ എല്ലാ ഡോക്യുമെന്റ്സും പറഞ്ഞ പോലെ തന്നെ മാക്സിമം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ മോസ്റ്റ് ഓഫ് ദി യൂണിവേഴ്സിറ്റീസ് നമ്മുടെ അടുത്ത് ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് ചോദിക്കും. എനിക്കത് ഭയങ്കര ഒരു സ്ട്രെസ് ഗിവിംഗ് സാധനമായിരുന്നു ഈ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നത്. കാരണം എനിക്ക് അമൃതയിൽ നിന്ന് ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല. കാരണം ഞാൻ ജസ്റ്റ് റീസെന്റ് കോഴ്സ് കഴിഞ്ഞ ഒരാളാണ്. അപ്പൊ ഞാൻ പോയി സംസാരിച്ചിട്ടൊന്നും എനിക്ക് ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് തന്നില്ല.
സോ അതിനാൽ എനിക്കത് കൊടുക്കാനും പറ്റിയില്ല. അപ്പൊ അവര് ഒരുപാട് തവണ ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നു, കാരണം ഇവിടെ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല, അവർക്ക് അതിനെപ്പറ്റി അറിയില്ല. അപ്പൊ അത് കൊടുത്ത് അവരത് അക്സെപ്റ്റും ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾ മാക്സിമം ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുമോ നോക്കുക. കിട്ടിയില്ലെങ്കിൽ എക്സ്പെക്ടഡ് ടു ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ്, TC, പിന്നെ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ്, ഇത്തരം ഈ കിട്ടുന്ന എല്ലാ ഡോക്യുമെന്റ്സും കൂടെ അയച്ചു കൊടുക്കുക. ഇതാണ് എന്റെ കയ്യിലുള്ളത് എന്ന് പറഞ്ഞിട്ട് നമ്മളത് അയച്ചു കൊടുക്കുക. അതാണ് ഞാൻ ചെയ്തത്. അപ്പൊ അവർ പറഞ്ഞു ഓക്കെ നെക്സ്റ്റ് മന്ത് ഒരു ഫുൾ മന്ത് തരാം, അതിനുള്ളിൽ സബ്മിറ്റ് ചെയ്യണം. മാക്സിമം അവർക്ക് പറ്റുന്ന രീതിയിൽ അവർ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. അപ്പൊ യൂണിവേഴ്സിറ്റീസ് ഹെൽപ്പ് ചെയ്യും. ഇൻ കേസ് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടിയില്ലെങ്കിൽ പറ്റുന്നത് ചെയ്യാം. നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു മൂവ്മെന്റും ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളെ കൊണ്ട് പറ്റുന്നത് ചെയ്യുക. അവർക്ക് മനസ്സിലാവണം എന്റെ സൈഡിൽ നിന്ന് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് അവർക്കും ബോധ്യപ്പെട്ട് അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, പിന്നെ സ്റ്റേ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ PhD സ്കോളേഴ്സ് ആണെങ്കിൽ ലാബിലുള്ള ഏതെങ്കിലും സ്റ്റുഡൻസിന്റെ അടുത്തൊക്കെ ഓൾറെഡി ഉള്ളവരുണ്ടാവുമല്ലോ, അവരുടെ കോൺടാക്ട് ഒക്കെ വാങ്ങുക, അവരുടെ വഴി ഹെൽപ്പ് ചോദിക്കാം. അതല്ലെങ്കിൽ പ്രൊഫസറിന്റെ അടുത്ത് ഏതെങ്കിലും ഏജൻസിയോ ആൾക്കാരുടെയോ ഡീറ്റെയിൽസ് ഉണ്ടോ എന്ന് ചോദിക്കുക. കാരണം അവർക്ക് അറിയാം നിങ്ങൾ ഇത്രയും ദൂരത്തുനിന്ന് വരികയാണ്, നിങ്ങൾക്ക് ഈസി അല്ല ഒരു സ്റ്റേ കണ്ടുപിടിക്കാനായിട്ടുള്ളതെന്ന്. ഓറൽസ് ഡോർമെറ്ററീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. നല്ല ഡോർമെറ്ററീസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്ലേസസും ഉണ്ട്. പക്ഷെ നമ്മൾ ആസ് എ ഫോറിനർ ചിലപ്പോൾ ഡോർമെറ്ററിയിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവാം. അത് ഓർത്തിട്ട് ഞാൻ ഇപ്പോൾ പുറത്താണ് നിൽക്കുന്നത്. ഒറ്റയ്ക്ക് ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് ചെറുതായിരിക്കും, ബട്ട് നമുക്ക് ഒരാൾക്ക് താമസിക്കാൻ അതേ ധാരാളം. അങ്ങനെ ഒന്ന് എടുത്തിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്താ അറിയണ്ടേ? സ്റ്റേ, പിന്നെ ഇവിടുത്തെ എക്സ്പെൻസസ് ഞാൻ പറഞ്ഞില്ലേ, സ്കോളർഷിപ്പ് ചിലപ്പം 70% ഫുൾ സ്കോളർഷിപ്പ് ഫീസിൽ കിട്ടാം, ചിലപ്പോൾ 100 കിട്ടാം. ഇൻ കേസ് ഓഫ് PhD സ്കോളേഴ്സ്, GKSന് നിങ്ങൾക്ക് മന്ത്ലി സ്റ്റൈഫൻഡും ഉണ്ട്, അത്യാവശ്യം മോശമില്ലാത്ത സ്റ്റൈഫൻഡ് ഉണ്ട്. ഇറ്റ് വാരീസ്. ഞാൻ GKS സ്റ്റുഡന്റ് അല്ല, ഞാൻ യൂണിവേഴ്സിറ്റി സ്കോളർഷിപ്പ് വഴിയാണ് കയറിയത്. സോ ഞാൻ അത് പറഞ്ഞുതരാം. നമുക്കൊരു 1.1 മില്യൺ ഇവിടുത്തെ കൊറിയൻ വോൺ മുതൽ ഒരു 1.8 കൊറിയൻ വോൺ വരെ കൊടുക്കുന്ന സ്ഥലങ്ങൾ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. PhDക്ക്, പോസ്റ്റ് ഡോക്കിന് കൂടും. സോ ആ ഒരു റേഞ്ച് മനസ്സിലായല്ലോ. ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് സാലറീസ് കിട്ടും, മന്ത്ലി കിട്ടും. പിന്നെ വരുന്നതിന് മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ എടുക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒരു 4x കാർഡ് എടുത്താൽ നന്നായിരിക്കും. അതിനെപ്പറ്റി എനിക്ക് അറിയില്ലായിരുന്നു, ഞാനത് എടുക്കാണ്ടാണ് വന്നത്. സോ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മുടെ ഇന്ത്യൻ കറൻസി അതിലോട്ട് ഇട്ടിട്ട് അതിന് വേറെ ഏത് കറൻസി ആക്കിയിട്ടും ആ കാർഡ് യൂസ് ചെയ്തിട്ട് മാറ്റാൻ പറ്റും. ഇപ്പൊ എക്സ്ചേഞ്ചിന് കൊടുക്കുന്ന പൈസ അധികം ഇല്ല. നമ്മൾ വേറെ മീഡിയംസിലൂടെയൊക്കെ ചെയ്യുമ്പോൾ കുറച്ചധികം വരുന്നുണ്ട്. സോ ഈ 4x കാർഡ് വെച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് അത്രയും വരുന്നില്ല. സോ അത് ഒരു നല്ലൊരു പോയിന്റാണ്. നിങ്ങൾ അതിനെപ്പറ്റി അന്വേഷിക്കുക കുറച്ചും കൂടെ. എന്നിട്ട് നിങ്ങൾക്ക് അത് നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ അത് എടുത്തോളൂ. ഓക്കെ, ദെൻ അഡാപ്റ്റർ ഇവിടെ വന്നിട്ടും വാങ്ങാം. അതല്ല, ഒരു യൂണിവേഴ്സൽ അഡാപ്റ്റർ നമ്മുടെ അവിടെ നിന്ന് കൊണ്ടുവരുന്നത് നല്ലത്. കാരണം വന്ന വഴിയൊക്കെ ചാർജ് ചെയ്യേണ്ടി വരും. നമ്മൾ അപ്പം ഒന്നും പോയി പെട്ടെന്ന് വാങ്ങാം. അതിനേക്കാൾ നല്ലത് അതൊന്ന് കയ്യിൽ വെക്കുന്നതാണ്. പിന്നെ സിമ്മ് ഞാൻ ജിയോ ആയിരുന്നു യൂസ് ചെയ്തത്. ജിയോ ഇവിടെ കിട്ടുമോ കിട്ടില്ല എനിക്ക് ഡൗട്ടായി പോയി. എയർടെൽ കിട്ടുന്നുണ്ടെന്ന് അറിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, എയർടെലിക്ക് പോർട്ട് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പൊ ഈ അവസാന നിമിഷം വെച്ച് പോർട്ട് ചെയ്യാതിരിക്കുക. ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ട് എനിക്ക് എന്റെ ഗൂഗിൾ പേ ഒക്കെ കുറച്ചൊരു ഇഷ്യൂ ആയി, മെസ്സേജ് വരാണ്ടൊക്കെ. അപ്പോൾ നമ്മൾ കുറച്ചൊരു 2 വീക്സ് മുന്നേ പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു 1 മന്ത് മുന്നേ പോർട്ട് ചെയ്യുക, എന്നിട്ട് വരിക. പിന്നെ ഇവിടെ വന്നിട്ട് നിങ്ങൾ ഏലിയൻ കാർഡിന് രജിസ്റ്റർ ചെയ്യണം. അത് നിങ്ങൾ ഒന്നല്ലെങ്കിൽ ഓൾറെഡി നമ്മുടെ രാജ്യത്തുള്ള, അപ്പം ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയിലുള്ള ടൈമിൽ തന്നെ അതിന് സ്ലോട്ട് ബുക്ക് ചെയ്തിടാം. ഹായ് കൊറിയ എന്ന് പറഞ്ഞ സൈറ്റിൽ കയറിയിട്ട് അതിന് നിങ്ങൾക്കൊരു സ്ലോട്ട് ബുക്ക് ചെയ്തിടാം. അതാവുമ്പോൾ നിങ്ങൾ വരുമ്പോഴേക്കും അപ്പോയിന്റ്മെന്റ് ആയിട്ടുണ്ടാവും. അതല്ലെങ്കിൽ നേരിട്ട് പോയി നോക്കാം. ഓക്കെ, അത് ഏതോ ടൈപ്പ് വിസകൾക്കേ അത് പറ്റുള്ളൂ. ഐ എം നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്. സോ ബെറ്റർ നിങ്ങൾ ഹൈ കൊറിയ വെച്ച് ഒരു മാസം മുന്നേ എങ്ങാനും സ്ലോട്ട് ബുക്ക് ചെയ്താൽ ഒരു ഡിഫിക്കൽട്ടി ഇല്ല. സ്ലോട്ടിന്റെ ടൈമിൽ പോവുക, അവർ പറയുന്ന ഡോക്യുമെന്റ്സ് ഒക്കെ കൊടുക്കുക, നമുക്ക് ഏലിയൻ കാർഡ് കിട്ടും. പിന്നെ ഇവിടുത്തെ സിമ്മ് ഏതെങ്കിലും ഒരു ഫോൺ ഷോപ്പിലോ അല്ലെങ്കിൽ സിം എന്നൊക്കെ എഴുതി വെച്ച ഷോപ്സ് ഉണ്ടാവും, അവിടെ പോയിട്ട് സിം എടുക്കാം. ഞാൻ എടുത്തത് 50,000 വോണിനാണ്. എന്ന് വെച്ചാൽ 3 monthsന്റെ ഒരു പാക്കേജും ഉണ്ടായിരുന്നു. സോ ഇതൊക്കെ ഇവിടെ വന്നതിന് ശേഷമുള്ള കാര്യമാണ്. അപ്പൊ ആരെങ്കിലും വരാനായിട്ട് നിൽക്കുന്നവർക്ക് ഹെൽപ്പ് ആവട്ടെ എന്ന് വെച്ചിട്ട് പറഞ്ഞതാണ് ഇത്രയും കാര്യങ്ങൾ. ഈ ഏലിയൻ കാർഡിന്റെയും വിസയുടെയും പിന്നെ അഡാപ്റ്ററിന്റെയും 4x കാർഡിന്റെ ഒക്കെ കാര്യങ്ങൾ ഇനി ഇങ്ങോട്ട് വരാനായിട്ട് ഒക്കെ കിട്ടി സെറ്റായി നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇപ്പം വന്ന ക്വസ്റ്റ്യൻസ് എനിക്ക് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുന്നത്. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യൂ. അത് വലിയ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഞാനതൊരു പാർട്ട് 2 വീഡിയോ ആയിട്ട് ചെയ്യാം. അതല്ല, എനിക്ക് ഒരു കമന്റിലൂടെ പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് ഞാൻ കമന്റിലൂടെ ക്ലിയർ ചെയ്യാം. ഓക്കെ, ഐ ഹോപ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി. ഞാൻ അധികം ഒന്നും വലിച്ചു നീട്ടാണ്ട് നിങ്ങൾ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞെന്ന് കരുതുന്നു. ഇനി ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്യാൻ മാക്സിമം ശ്രമിക്കാം. ഇത് എന്റെ നോളജിൽ ഞാൻ കുറച്ച് കാലം ഇവിടെ നിന്നതിൽ വെച്ചിട്ടുള്ള ഒരു അറിവാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. ഇത് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ യു ക്യാൻ ഓൾവേസ് ക്ലിയർ
കറക്റ്റ് മീ. ഞാൻ സോളിലെ വീക്കെൻഡ് ആൻഡ് ഓൾ ദ തിങ്സ് എല്ലാം എവിടെയൊക്കെ പോകാൻ പറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ പറയാൻ മറന്നു, സോളിൽ എത്തുന്നവർക്ക് അല്ലെങ്കിൽ എത്താൻ പോകുന്നവർക്കുള്ളതാണ് നമ്മൾ മാപ്പ്. ഇവിടെ നേവർ മാപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതിൽ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടാവും. ഇൻ കേസ് യു നോ കൊറിയൻ യു ക്യാൻ യൂസ് കക്കാവോ മാപ്പ്. കക്കാവോ മാപ്പ് കുറച്ചും കൂടി എന്താ പറയുക ഈസി ആണെന്നാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് കൊറിയൻ അത്ര അറിയാത്തതുകൊണ്ട് എനിക്ക് അത്ര ഈസി ആയിട്ട് തോന്നിയില്ല. ഞാൻ നേവർ മാപ്പാണ് യൂസ് ചെയ്യുന്നത്. സോ അതിൽ നോക്കി നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് എങ്ങോട്ട് പോകണം എങ്ങനെ പോകണം എന്നൊക്കെ ഉള്ളത് വളരെ ക്ലിയർ ആയിട്ടുണ്ടാവും. സോ ആ ന്യൂസും കൂടി അതും കൂടി ഒന്ന് പറയാമെന്ന് വിചാരിച്ചു, മറന്നുപോയി. സോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു GK സ്കോളറിനെ നമ്മുടെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. സോ ഷീൽ ബി ഷെയറിംഗ് ഫ്യൂ ഡീറ്റെയിൽസ് വിത്ത് യു. ഒരു ഔട്ട്ലൈൻ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. நான் வந்து திவ்யா, ஐம் ஃப்ரம் தமிழ்நாடு. நான் வந்து 2025 GK ஸ்காலர். ஸோ நான் வந்து சிங்காங் யூனிவர்சிட்டியில் குளோபல் MBA கோர்ஸ் எடுத்து மாஸ்டர்ஸ் பண்ணிட்டுருக்கேன். இப்போ என்னென்னா நம்ம GK ஸ்காலர்ஷிப் அப்படிங்கிறது குளோபல் கொரியா ஸ்காலர்ஷிப் அப்படின்னு சொல்லுவாங்க. இது வந்து என்னென்னா கொரியன் கவர்மெண்ட் வந்து இன்டர்நேஷ்னல் ஸ்டூடெண்ட்ஸ்க்காக வந்து கொடுக்குற ஸ்காலர்ஷிப். இது வந்து லைக் கொரியன்ஸ் வந்து இது பண்ண முடியாது, ஒன்லி ஃபார் இன்டர்நேஷ்னல் ஸ்டூடெண்ட்ஸ். ஸோ இது எப்படின்னா லைக் 2 விதமான செலெக்ஷன் நடக்கும். லைக் 2 ட்ராக் இருக்குது, எம்பசி ட்ராக் அண்ட் யூனிவர்சிட்டி ட்ராக்னு 2 ட்ராக் இருக்குது. ஃபஸ்ட்டு வந்து நான் இந்த ஸ்காலர்ஷிப்னால வந்து என்ன பெனிஃபிட்ஸ்லாம் கிடைக்கும் அப்படின்னு சொல்கிறேன். என்ன பெனிஃபிட்ஸ்னால் ஏர் ஃபேர் லைக் அப் அண்ட் டவுன். நீங்கள் வந்து வரும்போதும் அவங்க வந்து டிக்கெட் புக் பண்ணிடுவாங்க, அண்ட் போகும்போதும் வந்து டிக்கெட் லைக் ஸ்டடீஸ் முடிச்சுட்டு நம்ம கண்ட்ரிக்கு ரிட்டர்ன் ஆகும்போதும் டிக்கெட் வந்து புக் பண்ணி கொடுத்துருவாங்க. அண்ட் தென் வந்து டியூஷன் ஃபீ நீங்கள் கட்டவே தேவையில்ல, லைக் 1 ரூபி கூட கட்ட தேவையில்ல. அண்ட் வந்து மந்த்லி ஸ்டைஃபன் வந்து மந்த்லி ஒரு இங்கே உள்ள வான் வந்து நம்ம கொரியன் வானில் வந்து 13 lakh வான் அளவுக்கு கொடுப்பாங்க. அண்ட் இன்சூரன்ஸ், மெடிக்கல் இன்சூரன்ஸ் கொடுக்குறாங்க. இது எல்லாமே கவர் ஆகிடும். இப்போ வந்து என்னென்னா 2 ட்ராக் இருக்குது, 2 ட்ராக், எம்பசி ட்ராக் அண்ட் யூனிவர்சிட்டி ட்ராக்னு 2 இருக்குது. இது என்னென்னா லைக் எம்பசி ட்ராக்கில் எப்படின்னா நம்மளோட இந்தியாவில் வந்து கொரியன் எம்பசி இருக்கும். அந்த எம்பசிக்கு உங்களோட டாக்குமெண்ட்ஸ்லாம் போய் அவங்க மூலமாக ப்ராசஸ் நடக்கும். அப்புறம் வந்து யூனிவர்சிட்டி ட்ராக் என்ன பண்ணுவாங்கன்னா நீங்கள் டேரெக்டாக வந்து யூனிவர்சிட்டி எந்த யூனிவர்சிட்டி படிக்கணும்னு நினைக்கிறீங்களோ அந்த யூனிவர்சிட்டிக்கு டாக்குமெண்ட்ஸ்லாம் சென்ட் பண்ணி ப்ராசஸ் பண்ணி வர மாதிரி இருக்கும். இதில் 2த்துக்கும் உள்ள டிஃப்ரென்ஸ் என்னன்னா எம்பசி ட்ராக்ல என்னன்னா நீங்கள் 3 யூனிவர்சிட்டிஸ் கிட்ட செலக்ட் பண்ணலாம். ஒரு 3 யூனிவர்சிட்டி வரைக்கும் நீங்கள் செலக்ட் பண்ணி ஏதாச்சும் ஒரு யூனிவர்சிட்டியில் வந்து நீங்கள் போய் படிக்கிற மாதிரி இருக்கும். ஆனால் யூனிவர்சிட்டி ட்ராக்ல நீங்கள் ஒரே ஒரு யூனிவர்சிட்டி மட்டும்தான் வந்து அப்ளை பண்ணுற மாதிரி இருக்கும். ஸோ அப்புறம் வந்து அதை மாதிரி வந்து ப்ராசஸ் சொல்கிறேன் எப்படின்னா என்ன ஆர்டரில் வரும்னா லைக் எம்பசி ட்ராக்கில் ஃபஸ்ட்டு எம்பசிக்கு நீங்கள் டாக்குமெண்ட் சென்ட் பண்ணுவீங்க. அவங்க வந்து ஃபஸ்ட் ரவுண்டு வைப்பாங்க, டாக்குமெண்ட் ரிவ்யூ பண்ணிட்டு இன்டர்வியூ வச்சுட்டு அது ஃபஸ்ட் ரவுண்ட் செலெக்ஷன். 2வது எங்கே போகும்னா நீடுங்கிறது தான் வந்து சவுத் கொரியாவோட ஒரு கவர்மெண்ட் ஆர்கனைசேஷன். அவங்க தான் வந்து இன்டர்நேஷ்னல் ஸ்டடீஸ்க்குலாம் வந்து அவங்க தான் பொறுப்பு. ஸோ அவங்க தான் வந்து நம்மளுக்கு இந்த ஸ்காலர்ஷிப் ஸ்பான்சர் பண்ணுவாங்க, அவங்க தான் ஃபுல்லாக ஹேண்டில் பண்ணுவாங்க. ஸோ அவங்க செலக்ட் பண்ணுவாங்க. அவங்க செலக்ட் பண்ணதுக்கப்புறம் நீங்கள் எந்த யூனிவர்சிட்டிஸ்னால் 3 யூனிவர்சிட்டிஸ் வந்து எம்பசி ட்ராக்கில் செலக்ட் பண்ணுவீங்க. அந்த 3 யூனிவர்சிட்டிஸ்க்கெல்லாம் உங்களோட டாக்குமெண்ட் சென்ட் பண்ணுவாங்க. டாக்குமெண்ட் சென்ட் பண்ணி அதுக்கடுத்து யூனிவர்சிட்டி திரும்ப ஒரு ப்ராசஸ் ஒரு வாட்டி உங்களோட டாக்குமெண்ட்ஸ் எல்லாம் செக் பண்ணிவிட்டு அவங்க எடுத்துக்கலாமா வேணாமா, அட்மிஷன் கொடுக்கலாமா வேணாமான்னு முடிவு பண்ணுவாங்க. இது வந்து ஒரு 3 ஸ்டெப்ஸ், ஒரு 3 to 4 ரவுண்ட்ஸ் இருக்கும் எம்பசி ட்ராக்கில். ஆனால் யூனிவர்சிட்டி ட்ராக் அப்படி இல்லை. நீங்கள் வந்து ஒரே ஒரு யூனிவர்சிட்டி தான் செலக்ட் பண்ணுவீங்க. அந்த யூனிவர்சிட்டிக்கு லைக் நீங்கள் கொரியாக்கே உங்கள் டாக்குமெண்ட்ஸ் அனுப்புகிற மாதிரி இருக்கும். அனுப்பிச்சிட்டு அப்புறம் அவங்க ஒரு ரவுண்ட் ஆஃப் இன்டர்வியூ வைப்பாங்க. இன்டர்வியூ வச்சுட்டு அதே மாதிரி நீடுக்கு அனுப்புவாங்க. நீடு வந்து செலக்ட் பண்ணிட்டாங்கன்னா அவ்வளோதான், நீங்கள் வந்து ஃபைனல் கேண்டிடேட். ஸோ இதுதான் வந்து ப்ராசஸ். இது வந்து எப்படின்னா 2 லைக் அண்டர் கிராஜுவேட்ஸ்க்கும் வந்து இந்த ஸ்காலர்ஷிப் உண்டு. பட் கோட்டா வந்து ரொம்ப கம்மி. ஏன்னா அவங்க லைக் 4 years 5 years இருக்கிறனால அண்டர் கிராஜுவேட்க்கு கோட்டாஸ் ரொம்ப கம்மி. பட் கிராஜுவேட்ஸ் PhD மாஸ்டர்ஸ்க்குலாம் ஓரளவுக்கு கோட்டா நிறையாவே இருக்கும். அண்ட் என்னென்னா நம்மளுக்கு வந்து இப்போது அண்டர் கிராஜுவேட்ஸ்க்கு வந்து இப்போது செப்டம்பரில் வந்து ஓப்பன் பண்ணுவாங்க. அண்ட் கிராஜுவேட்ஸ்க்கு வந்து கிராஜுவேட் PhD ரிசர்ச் அவங்களுக்குலாம் வந்து எப்படி இருக்குன்னா ஃபெப்ரவரியில் ஸ்டார்ட் பண்ணுவாங்க. ஸோ இதுதான் வந்து இந்த ப்ராசஸ். அண்ட் സോ ദിവ്യ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിൽ നിന്ന് അത്യാവശ്യം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ആൻഡ് ഫോർ ഫർദർ ഡീറ്റെയിൽസ് സ്റ്റഡി ഇൻ കൊറിയ എന്ന് പറഞ്ഞ സൈറ്റിൽ കയറി നിങ്ങൾക്ക് അതിന്റെ ഗൈഡ് ലൈൻസ് കിട്ടും. അപ്പൊ എല്ലാ കൊല്ലം ഇപ്പൊ ഈ കൊല്ലാണ് നിങ്ങൾ ചേരുന്നതെങ്കിൽ ഈ കൊല്ലത്തെ ഗൈഡ് ലൈൻസ് തന്നെ നോക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഈച്ച് ഇയർ കുറെ ചെറിയ ചേഞ്ചസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതേതായ ഇയറിലെ ഗൈഡ് ലൈൻസ് നോക്കിയിട്ട് വേണം നിങ്ങൾ പ്രൊസീജിയേഴ്സ് ചെയ്യാനായിട്ട്. ആൻഡ് ഐ വുഡ് ലൈക്ക് ടു ആഡ് ഫ്യൂ തിങ്സ്. നിങ്ങളിപ്പോ UG GKസിനാണ് ട്രൈ ചെയ്യണമെങ്കിൽ നിങ്ങളിപ്പോൾ UG GKസിനാണ് ട്രൈ ചെയ്യണമെങ്കിൽ യു ഷുഡ് ബി ബിലോ 25 years old. അതല്ല ഗ്രാജുവേറ്റ് GKസിനാണ് ട്രൈ ചെയ്യണമെങ്കിൽ യു ഷുഡ് ബി ബിലോ 40 years old. ഓക്കെ, സോ ഇത് ശ്രദ്ധിക്കുക. ആൻഡ്
ഫർദർ നിങ്ങൾക്ക് അറിയേണ്ട ഡീറ്റെയിൽസ് ഒക്കെ എന്തായാലും ആ ഗൈഡിൽ ഉണ്ടാവും. ഗൈഡ് എന്തായാലും വായിച്ചു നോക്കുക. നന്നായിട്ട് യൂസ് ചെയ്താൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. കാരണം ഒരു പൈസ ചെലവില്ലാണ്ട് നിങ്ങൾക്ക് പഠിക്കാം. പൈസ ഇങ്ങോട്ട് കിട്ടിയിട്ട് ഇങ്ങോട്ട് വാങ്ങിയിട്ട് നിങ്ങൾക്ക് പഠിക്കാം. അപ്പോ ഇതറിയാത്തവർക്ക് ഇതൊരു ന്യൂ ഇൻഫർമേഷൻ ആവട്ടെ. എനിക്കറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ കുറച്ച് മുന്നേ നോക്കായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം നമ്മൾ MSc ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് പൈസ കിട്ടുമെന്ന് നല്ല കാര്യമല്ലേ. സോ ട്രൈ ചെയ്യൂ, കിട്ടും. എനിക്ക് ഒരുപാട് പേര് ഇപ്പൊ ഇവിടെ അറിയാം അത് കിട്ടി വന്നവരെ. സോ നിങ്ങൾ ട്രൈ ഹാർഡ്, പ്രിപ്പയർ വെൽ, സോ യു ക്യാൻ ക്രാക്ക് ദാറ്റ്. ആൻഡ് ദിവ്യ ഈസ് ഓൾസോ ഹാവിംഗ് എ യൂട്യൂബ് ചാനൽ. അപ്പൊ അതിന്റെ ലിങ്ക് അല്ലെങ്കിൽ പേര് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ബൈ ബൈ. See you in my next video and comment all your doubts. ഞാൻ റിസർച്ച് ചെയ്തിട്ടാണെങ്കിലും ഏതെങ്കിലും ആൾക്കാരോട് ചോദിച്ചിട്ടാണെങ്കിലും എനിക്ക് പറ്റുന്ന രീതിയിൽ അത് ക്ലിയർ ചെയ്ത് തരാൻ ട്രൈ ചെയ്യും. ബിക്കോസ് ഐ നോ ദ ഡിഫിക്കൽട്ടി. ഞാൻ വരുന്നതിന് മുന്നേ എനിക്ക് കുറേ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. എനിക്കതൊക്കെ കാണാൻ അല്ലെങ്കിൽ ക്ലിയർ ആവാൻ വേണ്ടി ഞാൻ കുറേ യൂട്യൂബ് വീഡിയോ ഒക്കെ സെർച്ച് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ ഡൗട്ടായിട്ട് സെർച്ച് ചെയ്യുന്നവർക്ക് എൻ്റെ വീഡിയോ എത്തട്ടെ ആൻഡ് അതവർക്കൊരു ഹെൽപ്പ് ആവട്ടെ. സോ ടിൽ മൈ നെക്സ്റ്റ് വീഡിയോ, ബൈ.